പശ്ചിമബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 2 ദിവസം പിന്നിടുമ്പോഴും സംസ്ഥാനത്ത് രാഷ്ട്രീയ സംഘർഷവും അക്രമസംഭവങ്ങളും അവസാനിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിനു പിന്നാലെ വിവിധ ജില്ലകളിൽ പ്രതിഷേധങ്ങളും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനിടെ കൊൽക്കത്തയ്ക്ക് സമീപമുള്ള മധ്യഗ്രാമിൽ നടന്ന വെടിവെപ്പ് സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തെ കൂടുതൽ ഞെട്ടലിലാഴ്ത്തിയിരിക്കുകയാണ്. പശ്ചിമബംഗാൾ ബി.ജെ.പി. നേതാവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശക്തമായി പരിഗണിക്കപ്പെടുന്ന നേതാവുമായ സുവേന്ദു അധികാരിയുടെ അടുത്ത സഹായി ചന്ദ്രനാഥ് ദത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രി മധ്യഗ്രാമിലെ തിരക്കേറിയ പ്രദേശത്താണ് ആക്രമണം നടന്നത്. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം കറുത്ത സ്കോർപിയോ വാഹനത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്ന ചന്ദ്രനാഥ് ദത്തിനു നേരെ മോട്ടോർ സൈക്കിളിലെത്തിയ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് നടത്തിയ ആക്രമണത്തിൽ തലയിലും നെഞ്ചിലും വയറിലും വെടിയേറ്റ ദത്ത് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ സമീപത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തിനു പിന്നാലെ മധ്യഗ്രാമിലും സമീപ പ്രദേശങ്ങളിലും സംഘർഷാവസ്ഥ ഉടലെടുത്തു. ബി.ജെ.പി. പ്രവർത്തകരും അനുഭാവികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ സുരക്ഷ ശക്തമാക്കാൻ പോലീസ് അധിക സേനയെ വിന്യസിച്ചു. ആക്രമണത്തിനു പിന്നിലെ കാരണമെന്താണെന്നും അക്രമികൾ ആരാണെന്നും സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മധ്യഗ്രാം സ്ഥിതി ചെയ്യുന്ന നോർത്ത് 24 പർഗാനാസ് ജില്ല തെരഞ്ഞെടുപ്പിനിടെ തന്നെ അതീവ രാഷ്ട്രീയ സംഘർഷം നിറഞ്ഞ മേഖലയായിരുന്നു. ഇത്തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ രതിൻ ഘോഷ് കേവലം 2399 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് മധ്യഗ്രാം. ബി.ജെ.പി. ശക്തമായ വെല്ലുവിളി ഉയർത്തിയിരുന്ന മണ്ഡലമായതിനാൽ ഫലം പുറത്തുവന്നതോടെ പ്രദേശത്ത് രാഷ്ട്രീയ സംഘർഷം വർദ്ധിച്ചിരുന്നു. സംഭവത്തിനു പിന്നാലെ സുവേന്ദു അധികാരി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി ബി.ജെ.പി. വൃത്തങ്ങൾ അറിയിച്ചു. പാർട്ടി നേതാക്കളുമായി കൂട്ടായ്മ നടത്തിയ അദ്ദേഹം ആക്രമണം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന സൂചന നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ചന്ദ്രനാഥ് ദത്ത് ഏറെക്കാലമായി അധികാരിയുടെ വിശ്വസ്ത സഹപ്രവർത്തകനായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെയും രാഷ്ട്രീയ തന്ത്രങ്ങളിലെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. അതേസമയം ബി.ജെ.പി. സ്ഥാന നേതൃത്വവും സംഭവത്തിൽ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബി.ജെ.പി. അനുഭാവികളായി വേഷം മാറി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം പാർട്ടി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അത്തരം ആരോപണങ്ങൾ ഉയർന്ന അതേ ദിവസമാണ് സുവേന്ദു അധികാരിയുടെ അടുത്ത സഹായി കൊല്ലപ്പെട്ടതെന്നത് സംഭവത്തിന് കൂടുതൽ രാഷ്ട്രീയ ഗൗരവം നൽകുകയാണ്. സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോൾ ഏറെ സംഘർഷഭരിതമാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തൃണമൂൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുകയും മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ പരാജയപ്പെടുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വം ശക്തമായി. ഭവാനിപൂർ മണ്ഡലത്തിൽ സുവേന്ദു അധികാരി മമതാ ബാനർജിയെ ഏകദേശം 15,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയതോടെ ബി.ജെ.പി. നേതൃത്വം അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ശക്തമായി. തോൽവി അംഗീകരിക്കാതെ മമതാ ബാനർജി രാഷ്ട്രപതി ഭരണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അതിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൃണമൂൽ ബി.ജെ.പി. പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും അക്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വീടുകൾക്ക് നേരെ ആക്രമണം, പാർട്ടി ഓഫീസുകൾ തകർത്തത്, വാഹനങ്ങൾ കത്തിച്ചത് തുടങ്ങിയ സംഭവങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ അക്രമ രാഷ്ട്രീയം വീണ്ടും ശക്തമാകുന്നുവെന്നതാണ്. അധികാരമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള സംഘർഷം കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ബി.ജെ.പി. സംസ്ഥാനത്ത് ശക്തമായ വളർച്ച കൈവരിച്ച സാഹചര്യത്തിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്തെ നിയമസമാധാന സാഹചര്യം സംബന്ധിച്ച് കേന്ദ്രം റിപ്പോർട്ട് തേടിയതായും നാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചന്ദ്രനാഥ് ദത്തിന്റെ കൊലപാതകം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ ആക്രമണമാണോ അല്ലെങ്കിൽ വ്യക്തിപരമായ വൈരാഗ്യമാണോ എന്നതിൽ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ ഏജൻസികളുടെ പ്രധാന വെല്ലുവിളി. മധ്യഗ്രാമിലെ സംഭവത്തിന് ശേഷം സംസ്ഥാനത്തുടനീളം ബി.ജെ.പി. പ്രതിഷേധങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. നിരവധിയിടങ്ങളിൽ റോഡ് ഉപരോധവും പ്രതിഷേധ മാർച്ചുകളും നടന്നിട്ടുണ്ട്. അതേസമയം സംഭവത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ബി.ജെ.പി. ശ്രമിക്കുകയാണെന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തി.
പോലീസ് അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സാഹചര്യം വഷളാക്കുമെന്നാണ് തൃണമൂൽ നേതാക്കളുടെ പ്രതികരണം. പശ്ചിമബംഗാളിലെ നിലവിലെ സാഹചര്യം നാടാകെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെയുണ്ടായ രാഷ്ട്രീയ കലാപം ഇപ്പോൾ കൊലപാതകത്തിലേക്കും ആയുധാക്രമണങ്ങളിലേക്കും നീങ്ങുന്നത് ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വലിയ വെല്ലുവിളിയാണെന്ന് രാഷ്ട്രീയ വിശകലനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. മൊത്തത്തിൽ സുവേന്ദു അധികാരിയുടെ അടുത്ത സഹായി ചന്ദ്രനാഥ് ദത്തിന്റെ വധം പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. അധികാരമാറ്റത്തിന് ശേഷമുള്ള രാഷ്ട്രീയ അസ്ഥിരത എത്രത്തോളം അപകടകരമാകാമെന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. അന്വേഷണം ഏത് ദിശയിലേക്ക് നീങ്ങും എന്നതാണ് ഇനി എല്ലാവരുടെയും ശ്രദ്ധ.